ഹലോ, വെൽക്കം ബാക്ക് ടു അവരുടെ യൂട്യൂബ് ചാനൽ കട്ടനും കുട്ടനും. ഓക്കെ. അപ്പൊ നമ്മളെ ഓല, ഊബർ പോലുള്ള നമ്മളെ ടാക്സികൾ അതൊക്കെ നിർത്തോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നിർത്തലാക്കണം എന്നുള്ള രീതിയിലുള്ള റീൽസ് ആണ് ഇപ്പൊ പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഓൺലൈൻ ആപ്പ് ത്രൂ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ അപ്ലിക്കേഷൻ ത്രൂ നമുക്ക് എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ വരെ നമ്മളെ എത്തിച്ചു തരുന്ന വളരെ നമുക്ക് ഭയങ്കര സൗകര്യമായിട്ടുള്ള ഊബർ, ഓല. അപ്പോ അത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ടായി ഓല, ഊബർ യാതൊരു ഗവൺമെന്റിന്റെ ഒരു കാര്യങ്ങളും ഇല്ലാതെയാണ് ഇവര് ഓടിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൾക്കാർ ജസ്റ്റ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നോർമൽ ടാക്സി നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പൈസന്റെ എത്രയോ പൈസ കുറച്ചിട്ടാണ് ഇവിടെ ഊബറും ഓലയും നമുക്ക് സർവീസ് തരുന്നത്. അതിന്റെ ഡബിൾ ഇരട്ടി ചാർജാണ് പലപ്പോഴും വാങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ മീറ്റർ കാര്യങ്ങൾ പൊതുവെ ഇടുന്നതായിട്ട് ഒരു ടാക്സിക്കാരന് മീറ്ററോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് തോന്നിയ ഒരു റേറ്റ്, അത് ഇത്ര കിലോമീറ്ററിന് ഇത്ര അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓല, ഊബർ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഗവൺമെന്റ് കൊണ്ടുവന്ന കേരള സവാരി എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. അതും ഏകദേശം ഈ ഊബർ, ഓല പോലുള്ള ആ ഒരു റേറ്റ് തന്നെയാണ് കാണിക്കുന്നത് ജസ്റ്റ് നോക്കിയപ്പോ. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും നിർത്തണ്ട. അതിന്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഈ ഓല അല്ലെങ്കിൽ ഊബർ പോലുള്ളത് ഈ കേരള സവാരിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതല്ലാതെ ഈ ഊബർ കേരളത്തിൽ നിന്ന് നീക്കം ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എന്തോ എല്ലാവരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ രാവിലെ ഒരു 9:30 അടിച്ച് വർക്കിന് വരുന്ന ഒരാളെന്ന് പറയുന്നത് സാധാരണ ഒരു ഓട്ടോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ ഭയങ്കര ചാർജാണ് അവർ ഈടാക്കുന്നത്. ആ സമയത്ത് നമുക്ക് എത്രയോ തവണ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു ഈ ഊബർ, ഓല എന്ന് പറയുന്നത്. അപ്പോ അവര് ഇവിടെ തന്നെ നിൽക്കണം എന്നതാണ് നമ്മുടെ ഇതിന്റെ അണ്ടറിൽ, കേരള സവാരിന്റെ അണ്ടറിൽ അവരിവിടെ വന്നിട്ട് പോവുകയാണെങ്കിൽ നല്ലത് എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.